താരങ്ങൾക്ക് കോടികൾ. IPL ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ താരമായി ഋഷഭ് പന്ത് 27 കോടി രൂപയ്ക്ക് ലക്നൌ സൂപ്പർ ജയൻസ് ആണ് ഋഷഭിനെ സ്വന്തമാക്കിയത്. ശ്രേയസ് അയ്യരെ പഞ്ചാബ് കിങ്സ് 26.75 കോടി രൂപയ്ക്ക് ടീമിലെത്തിച്ചു. 18 കോടി രൂപയ്ക്ക് പേസർ അർഷദീപ് സിംഗിനെ പഞ്ചാബ് നിലനിർത്തി. ജിദ്ദയിൽ താരലേലം തുടരുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അനിൽ, പൊന്നും വിലയ്ക്ക് താരങ്ങളെ ടീമുകൾ സ്വന്തമാക്കുന്നു. IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിലയേറിയ താരമായി ഋഷഭ് പന്ത് മാറുന്നു. ലേലം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? റിജിത, വാശിയേറിയ ലേലമാണ് ജിദ്ദയിൽ നടക്കുന്നത്. പ്രതീക്ഷിച്ച പോലെ തന്നെ രണ്ട് താരങ്ങൾ, ഇന്ത്യൻ താരങ്ങൾ തന്നെയാണ് ഇതുവരെയുള്ള ലേലത്തുകകൾ അല്ലെങ്കിൽ ലേല റെക്കോർഡുകളൊക്കെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് പുതിയ ചരിത്രം രചിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഋഷഭ് പന്താണ്. 27 കോടി രൂപയ്ക്കാണ് ലക്നൗ സൂപ്പർ ജയൻസ് ഇപ്പോൾ ഋഷഭിനെ സ്വന്തമാക്കിയിരിക്കുന്നത്. 26.75 കോടി രൂപയ്ക്ക് പഞ്ചാബ് ശ്രേയസ് അയ്യരെയും സ്വന്തമാക്കിയിരുന്നു. ഈ രണ്ട് താരങ്ങൾക്ക് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ തുക കിട്ടുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരുന്നു. കാരണം ഇരു താരങ്ങളും ക്യാപ്റ്റൻസി ഒക്കെ ഉപയോഗിക്കാവുന്ന താരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ താരങ്ങൾക്ക് ഉറപ്പായും 25 കോടിക്ക് മുകളിൽ എന്തായാലും തുക കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. സംഭവിച്ച പോലെ തന്നെ ഋഷഭ് പന്ത് 27 കോടി രൂപ സ്വന്തമാക്കിയപ്പോൾ ശ്രേയസ് അയ്യരെ 26.75 കോടി രൂപയ്ക്കാണ് പഞ്ചാബ് സ്വന്തമാക്കിയത്. പഞ്ചാബിനാണ് ഈ ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുക പേഴ്സിൽ ബാക്കിയുള്ളത്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുന്ന തരത്തിലാണ് ഇപ്പോൾ കാണുന്നത്. അർഷദീപ് സിംഗ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പേസ് ബൗളറാണ്. അദ്ദേഹത്തെയും സ്വന്തമാക്കിയിരിക്കുകയാണ് പഞ്ചാബ്. 18 കോടി രൂപയ്ക്കാണ് അർഷദീപ് സ്വന്തമാക്കിയത്. ജോസ് ബട്ട്ലറെ ഗുജറാത്ത് ടൈറ്റൻസ് 15.75 കോടിക്കും മിച്ചൽ സ്റ്റാർക്കിനെ ഡൽഹി 11.75 കോടി രൂപയ്ക്കും സ്വന്തമാക്കി. കഴിഞ്ഞ താരലേലത്തിൽ 24.75 കോടി രൂപ കിട്ടിയ താരമാണ് മിച്ചൽ സ്റ്റാർക്ക്. പക്ഷേ ഇത്തവണ അതിൻ്റെ പകുതിയോളം തുക മാത്രമാണ് ലഭിച്ചത്. 11.75 കോടി രൂപയ്ക്കാണ് മിച്ചൽ സ്റ്റാർക്കിനെ സ്വന്തമാക്കിയത്. കഗീസോ റൊബാഡയെ ഗുജറാത്ത് 10.75 കോടി രൂപയ്ക്കും. മുഹമ്മദ് ഷമി പരിക്കിന് ശേഷം അദ്ദേഹം ഇപ്പോഴാണ് കളത്തിലേക്ക് തിരിച്ചു വന്നത്. അദ്ദേഹത്തെ SRH 10 കോടിക്കും ഡേവിഡ് മില്ലറെ 7.5 കോടി രൂപയ്ക്കും LSG സ്വന്തമാക്കി. അതുപോലെ തന്നെ യുസ്വേന്ദ്ര ചഹാലിനും 18 കോടി രൂപ കിട്ടിയിരിക്കുന്നു. രണ്ട് സെറ്റ് മാർക്യൂ താരങ്ങളുടെ ലേലമാണ് നടക്കുന്നത്. അതിൽ ഇപ്പോൾ KL രാഹുലിൻ്റെ ലേലം നടന്നുകൊണ്ടിരിക്കുകയാണ്. KL രാഹുലും ഇതുപോലെ തന്നെ ഏറ്റവും വലിയ തുക ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ 11 കോടിയോളം രൂപ KL രാഹുലിന് കിട്ടി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഒരു 3 താരങ്ങളെ ചുറ്റിപ്പറ്റി തന്നെയായിരിക്കും കൂടുതൽ തുക ലഭിക്കുക. 11 കോടി രൂപയ്ക്ക് ഇപ്പോൾ ഡൽഹി ക്യാപിറ്റൽസും നൈറ്റ് റൈഡേഴ്സും തമ്മിലാണ് വാശിയേറിയ ലേലം നടക്കുന്നത്. ഈ തുക ഒരുപക്ഷെ കൊൽക്കത്തയ്ക്ക് ഒരു ക്യാപ്റ്റനെ ആവശ്യമുണ്ട്. പഞ്ചാബ് ശ്രേയസ് അയ്യരെ സ്വന്തമാക്കിയതോടുകൂടി കൊൽക്കത്ത അത്തരത്തിലുള്ള ഒരു താരത്തിന് വേണ്ടിയായിരിക്കും ശ്രമിക്കുക. എന്തായാലും KL രാഹുൽ ഒരുപക്ഷെ കൊൽക്കത്തയിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല. ഡൽഹിക്കും അവരെ ഒരു ക്യാപ്റ്റനെ ആവശ്യമുണ്ട് ഋഷഭ് പന്ത് പോയത് സാഹചര്യത്തിൽ. എന്തായാലും KL രാഹുലിന് ഈ പ്രതീക്ഷിച്ച പോലെ തന്നെ 20 കോടിക്ക് മുകളിലുള്ള ഒരു തുക കിട്ടിയാൽ അത്ഭുതപ്പെടാനില്ല. ഇപ്പോഴത്തെ ഒരു കറണ്ട് ബിഡിംഗ് അനുസരിച്ച് 11.5 കോടി രൂപ ഇതിനകം തന്നെ ആയി കഴിഞ്ഞു. എന്തായാലും ഈ ലേലത്തിന് മുമ്പുള്ള പല എക്സ്പേർട്സിൻ്റെയും അഭിപ്രായം ഉണ്ടായിരുന്നത് ഋഷഭ് പന്ത്, KL രാഹുൽ, ശ്രേയസ് അയ്യർ ഈ 3 താരങ്ങളും 20 കോടിക്ക് ഇല്ലെങ്കിൽ ചിലപ്പോൾ 30 കോടി വരെ തൊട്ടേക്കാം എന്നുള്ളതായിരുന്നു അവരുടെ അഭിപ്രായങ്ങളുണ്ടായിരുന്നത്. അതിനോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ലേലം തന്നെയാണ് കാണുന്നത്. ഇനിയും പക്ഷേ ചെന്നൈ സൂപ്പർ കിങ്സോ മുംബൈ ഇന്ത്യൻസോ പോലുള്ള വമ്പന്മാർ ഇതുവരെ അവരുടെ ആവശ്യമുള്ള താരങ്ങളെ ഒന്നും വിളിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അവരുടെ ഒരു കോർ ടീമിനെ നിലനിർത്തിയ സാഹചര്യത്തിൽ ഇനി ഓരോ ഗ്യാപ്സ് അല്ലെങ്കിൽ ഇനിയുള്ള സ്പോട്ടുകൾ ഫിൽ ചെയ്യുക മാത്രമായിരിക്കും ഈ രണ്ട് ടീമുകളുടെയും ശ്രദ്ധ ഉണ്ടാവുക. ആകെ 577 താരങ്ങളാണ് ലേലപ്പട്ടികയിൽ ഉള്ളത്. ഇന്നും നാളെയുമായാണ് ഈ ലേലം നടക്കുന്നത്. എന്തായാലും ഇനിയും വാശിയേറിയ ലേലം വിളികൾ ഒരു കളത്തിൽ എന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റീജിത്ത്, ശരി. ഋഷഭ് പന്ത് നിലവിൽ ഏറ്റവും വിലയേറിയ താരമായി മാറുന്നു. IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിലയേറിയ താരമായി ഋഷഭ് പന്ത് മാറുകയാണ്. 27 കോടി രൂപയ്ക്കാണ് ലക്നൌ സൂപ്പർ ജയൻസ് ഋഷഭ് പന്തിനെ സ്വന്തമാക്കിയിരിക്കുന്നത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് വിവരങ്ങൾ നൽകുകയായിരുന്നു.